ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു ഒനിയൻ ഗാർലിക് സൂപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണിത്. അതുപോലെ തന്നെ പനി, ചുമ, ജലദോഷം എന്നിങ്ങനെയുള്ള സമയങ്ങളിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ബ്രൗൺ ഒനിയനാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ സവോളയായാലും മതിയാവും. അതുപോലെ ചെറിയൊരു പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് സ്പ്രിംഗ് ഒനിയനും, ചെറിയ പീസ് ഇഞ്ചിയും, 2-3 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി. ഞാനിപ്പോൾ ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ബട്ടറോ ഒലീവ് ഓയിലോ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ബട്ടർ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ വെളുത്തുള്ളിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും സ്പ്രിംഗ് ഒനിയനും പിന്നെ ബാക്കിയുള്ള വെളുത്തുള്ളിയും ചേർത്ത് കുറച്ചുകൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാരറ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് തണയാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്ത് കുറച്ചുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സൂപ്പിന് ശരിയായ ടേസ്റ്റ് തരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സൂപ്പാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.